നമസ്കാരം. ആസ്ട്രോളജി മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ത്രികോണാകൃതിയിലുള്ള കടകൾ ശുഭമാണോ എന്നാണ്. കടകളുടെ ആകൃതി ത്രികോണത്തിലോ ക്രമരഹിതമായോ വളഞ്ഞു പുളഞ്ഞോ ആകരുത്. ഇത് ബിസിനസ്സിനെ നശിപ്പിക്കുകയും ഒരു ദിവസം അത് പൂട്ടിക്കുകയും ചെയ്യും. നിങ്ങളുടെ കടയിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ക്രമരഹിതമായ സ്ഥലമോ ആകരുത്. വ്യാപാര സ്ഥാപനത്തിലെ ചവിട്ടുപടികളും വാസ്തുശാസ്ത്ര വിധിപ്രകാരമുള്ള വിസ്താരത്തിലും അളവിലും വേണം നിർമ്മിക്കാൻ. സ്ഥാപനം പടിഞ്ഞാറ് അഭിമുഖമാണെങ്കിൽ ചവിട്ടുപടികൾ വടക്കു പടിഞ്ഞാറായി നിർമ്മിക്കണം. ഇനി കടയുടെ ദർശനമനുസരിച്ച് ഉടമസ്ഥൻ്റെ ഇരിപ്പിടം ഏതൊക്കെ ദിശയിലേക്കാണ് ക്രമീകരിക്കേണ്ടതെന്ന് നോക്കാം. പടിഞ്ഞാറ് ദിശയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉടമസ്ഥൻ വടക്കു പടിഞ്ഞാറോ തെക്കു പടിഞ്ഞാറോ ഭാഗത്തോ ഇരിക്കണം. എങ്കിൽ തറയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്നിരിക്കണം. കൗണ്ടറിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ ക്യാഷ് കൗണ്ടർ വരും വിധം സജ്ജീകരിക്കണം. അപ്പോൾ പണം മേശയുടെ ഇടത്തെ ഡ്രോയിൽ വേണം നിക്ഷേപിക്കാൻ. വടക്ക് ദിശയ്ക്ക് അഭിമുഖമായ ഒരു സ്ഥാപനത്തിൽ ഉടമ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായി ഇരിക്കുമ്പോൾ ടേബിൾ വടക്ക് വശത്തുള്ള ഭിത്തിയുമായി ചേർന്ന് വരണം. പണം മേശയുടെ ഇടത്തെ ഡ്രോയിൽ വേണം നിക്ഷേപിക്കാൻ. വടക്ക് ദിശയ്ക്ക് അഭിമുഖമായ ഒരു സ്ഥാപനത്തിൽ ഉടമ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായി ഇരിക്കുമ്പോൾ ടേബിൾ വടക്ക് വശത്തുള്ള ഭിത്തിയുമായി ചേർന്ന് വരണം. പണം വലത് ഡ്രോയിൽ വേണം ഇടാൻ. കടകളുടെ വാതിൽ നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻഭാഗത്ത് തന്നെ ഒന്നിൽ കൂടുതൽ വാതിലുകൾ ഉണ്ടാകും. വീടുകൾക്കെന്ന പോലെ ഏത് ദിശയ്ക്ക് അഭിമുഖമായിട്ടാണ് സ്ഥാപനം നിൽക്കുന്നത് അതിന് വിധിച്ചിട്ടുള്ള ദിശയിൽ വേണം വാതിൽ. ഇത് ഉച്ചസ്ഥായിയിൽ തന്നെ വരേണ്ടതാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സംവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെട്ടിടത്തിൻ്റെ ആകൃതി സമചതുരമോ ദീർഘചതുരമോ ആയിരിക്കണം. കടയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേര് സംഖ്യാശാസ്ത്രവും നാമശാസ്ത്രവും അനുസരിച്ചുള്ളതായിരിക്കണം. വൃത്തിയാക്കുന്ന വെള്ളം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് ഒഴുക്കിവിടണം. പക്ഷേ അത് വടക്കു കിഴക്കേ മൂലയിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കടകളിൽ ദേവതകളുടെ ചിത്രം വയ്ക്കേണ്ടത് ഏത് ഭാഗത്താണെന്ന് നോക്കാം. കടകളിൽ ദേവതകളുടെ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തുക പതിവാണല്ലോ. ഇതും വിധിപ്രകാരമുള്ള സ്ഥാനത്ത് വേണം സ്ഥാപിക്കാൻ. ഉദാഹരണത്തിന് പടിഞ്ഞാറ് അഭിമുഖമുള്ള സ്ഥാപനത്തിൽ ദേവതയുടെ ചിത്രം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് അഭിമുഖമായിട്ട് വേണം വയ്ക്കാൻ. ഇനി വ്യാപാര സ്ഥാപനങ്ങളിലെ പണം സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കണമെന്ന് നോക്കാം. വ്യാപാര സ്ഥാപനത്തിലായാലും വീട്ടിലായാലും പണം സൂക്ഷിക്കാൻ തെക്കു പടിഞ്ഞാറേ മൂലയാണ് ഏറ്റവും ഉത്തമം. പണം വയ്ക്കുന്ന അലമാരയുടെ ദർശനം കിഴക്കോട്ടോ വടക്കോട്ടോ ആയിരിക്കണം. എന്നാൽ ആസ്ട്രോളജി മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.